നമ്മള് ശുചിത്വത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് ശരീരമായിട്ട് ബന്ധപ്പെട്ട ശുചിത്വമാണ്. ഇനി നമ്മൾ വീട്ടിലേക്ക് വന്നാൽ, അങ്ങാടിയിലേക്ക് വന്നാൽ, ടൗണിലേക്ക് വന്നാൽ, പൊതുവഴിയിലേക്ക് ഇറങ്ങിയാൽ ഇതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം ഉണ്ടല്ലോ. വീട്ടിലാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീടിന്റെ മുറ്റത്ത് നമ്മൾ ചണ്ടികളൊക്കെ അടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത് വാരി ഒഴിവാക്കണം. നിങ്ങൾ ജൂതന്മാരെ പോലെ അതെന്ത് ചെയ്യരുത്, അവിടെ കൂട്ടിയിടരുത് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ വീട്ടിൽ അതെ, അവരിങ്ങനെ വാടിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിടുന്നതായിരിക്കും. അത് പറ്റൂല, അതെടുത്ത് ഒഴിവാക്കണം. അപ്പൊ എല്ലാ ദിവസവും മുറ്റം അടിച്ച് വൃത്തിയാക്കുക. അതുപോലെ വീടിന്റെ ഉൾഭാഗങ്ങൾ അവിടെ നമ്മൾ ശരിക്ക് ശുചിത്വം പാലിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റും വെളിച്ചും എപ്പോഴും എന്താണ് വീടിന്റെ ഉള്ളിൽ വരണം. അപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ജനലുകൾ തുറന്നിടണം. അപ്പോഴേ രാത്രി ഉറങ്ങിയപ്പോഴുള്ള ഉച്ചാസവായുകളൊക്കെ പുറത്തു പോകുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ വേണം രാത്രിയോട് അടുക്കുന്നതിന്റെ മുമ്പായിട്ട് അടക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ആ സമയത്ത് കൊതുകള് പ്രാണികളെല്ലാം അകത്ത് കയറും. ഇത് വളരെ പ്രധാനപ്പെട്ട ഈ കേടുവാഴിയൊക്കെ പോകാനും ഇതിനൊക്കെ. പിന്നെ വീടിന്റെ ഉള്ളില് നമ്മൾ ഈ നനഞ്ഞതൊക്കെ ആറിയിടുക, മാലിന്യം കൂട്ടി വെക്കുക, ഇതൊക്കെ വലിയ അപകടമാണ്. ഈ രാത്രി അടിച്ചു വരാൻ പാടില്ല എന്നൊക്കെ നമ്മളെ പൂർവികരൊക്കെ പറയുമല്ലോ. രാത്രി പുറത്തു പോകാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ അടിച്ച് രാത്രി വരാണെങ്കിൽ അവിടെ കൂട്ടി വെക്കും നേരം വെളുക്കോളം. അപ്പൊ അതുകൊണ്ടായിരിക്കണം രാത്രി അടിച്ചു വരാൻ പാടില്ല. അതായത് അതിന്റെ മുമ്പേ ചെയ്തിരിക്കണം. കാരണം ഇത് ഈ വേസ്റ്റ് പുറത്തു കൊണ്ടുപോയിടണമെങ്കിൽ ഒരാണൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നടക്കൂല. അതേപ്രകാരം പാത്രം മൂടി വെക്കൽ കണിശമായി പറഞ്ഞിട്ടുണ്ട്. പാത്രം മൂടി വെക്കൽ, കാരണം ഈ എലി പല്ലി ഒക്കെ ഒന്ന് വെള്ളം കുടിച്ചു പോകും. ആരോഗ്യത്തിന്റെ ശ്രദ്ധ ഉണ്ട്. പണ്ടൊക്കെ നമ്മള് ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ പുറത്താണ്. ഇപ്പൊ എല്ലാവരെയും അകത്ത് ആണ് എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ടോയ്ലറ്റിന്റെ ഉപയോഗം. അപ്പൊ നമ്മൾ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപയോഗിക്കണ പ്രത്യേകിച്ച് ചെരുപ്പ് ഉണ്ടാവില്ല. കാരണം ഇപ്പം നല്ല നല്ല മിനുസുള്ള പലതും വിരിച്ചു വെച്ചതായിരിക്കും. അപ്പൊ ഇനിയിപ്പോ എന്തിനാണ് അവിടെ ചെരുപ്പ് എന്നൊരു ചിന്തയാണ്. അപ്പൊ പല കുട്ടികളും മൂത്തുറയിക്കാൻ കയറുന്നത് ചെരുപ്പിടാതെയാണ്. മൂത്തുറയിക്കാൻ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ സ്ഥലം പോലും നോക്കുമല്ലോ, ചിലപ്പോൾ ക്ലോസറ്റിലായിരിക്കുമല്ലോ വയ്ക്കാം, വേറെ പലയിടത്തും ആയിരിക്കും. അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വന്ന് വീടിന്റെ ഉള്ളു മുഴുവനും മാലിന്യം പൊരുളാണ്. ഈ മൂത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പച്ചവെള്ളമായിട്ട് കാണാൻ പറ്റൂലല്ലോ. ശരിക്കും നമ്മളൊരാളെ ശരീരത്തിലുള്ള ഏകദേശം രോഗാണുക്കളും മൂത്രത്തിലൂടെ പോകും. അപ്പൊ മൂത്രം പരിശോധിച്ചാൽ എന്തൊക്കെ രോഗം കണ്ടെത്താൻ പറ്റും. അതിന്റെ അർത്ഥം അതിന്റെ ഒക്കെ അണുക്കൾ ഈ മൂത്രത്തിലുണ്ട് എന്നാണല്ലോ. യൂറിയ എന്തായാലും വിഷം തന്നെയല്ലേ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വീട്ടിന്റെ ഉള്ളിൽ 1, 3, 4, 5 ടോയ്ലറ്റാണ് ഒരു വീട്ടിൽ ഉണ്ടാകുന്നത് അകത്ത്. ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയുള്ള നല്ലൊരു ഉപദേശങ്ങൾ ഇപ്പൊ നടക്കേണ്ടിയില്ലേ. അത് നമ്മളെ ആരാധനകളെ ബാധിക്കും. കാരണം ഉതുവെടുത്ത് വരുമ്പോ നനവോടുകൂടെ ഈ ചെരുപ്പിടാതെ ചവിട്ടി വരുമ്പോഴേ ആ ചെരുപ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഈർപ്പല്ലാതെ സംരക്ഷിക്കും വേണമല്ലോ. ചിലയിടത്ത് കാണാൻ നനഞ്ഞിങ്ങനെ ഈ കൊഴുപ്പ് പിടിച്ചു നിൽക്കുന്നത്, അത് മൊത്തം ഫംഗസ് അതിലായിരിക്കും. പിന്നെ കുത്തനെ വെച്ചിട്ട് ഈർപ്പം പോകണം. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റിലാണ് പല ആളുകളും ബ്രഷൊക്കെ സൂക്ഷിക്കുക. അതൊരിക്കലും പാടില്ല. അത് മാത്രമല്ല എല്ലാവരും കൂടി ഒരു പാക്കറ്റ് ഇടുന്നത് വളരെ ദോഷമാണല്ലോ. കാരണം ഈ പരസ്പരം ഈർപ്പത്തിൽ തട്ടിങ്ങനെ നിൽക്കുമ്പോൾ പല്ലിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ മറ്റാക്കും ബാധിക്കും. അത് മാത്രമല്ല പല രോഗത്തിന്റെയും അണുക്കൾ വായിലുണ്ടാവുമല്ലോ. പല്ലിന്റെ മാത്രമല്ല പലതും ഉണ്ടാവും. ഇതൊക്കെ സൂക്ഷ്മമായി ഓരോന്നും ഇസ്ലാം പഠിപ്പിച്ചു. കേവലം ഒരു ആരാധന പഠിപ്പിക്കുകയല്ല. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ വീട്ടിലും പരിസരത്തും വൃത്തിയില്ലാതെ പോയാൽ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും വരാൻ കാരണം. കൊതുകുജന്യ രോഗങ്ങൾ, അതുപോലെ ജന്തുജന്യ രോഗങ്ങൾ, ഇതൊക്കെ വരാം. അങ്ങനത്തെ അതിനിപ്പോ നമ്മൾ വീടില് പലയിടത്തും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ വേസ്റ്റ് വെള്ളം തുറന്നു വിടുക, എന്താ തെങ്ങിന്റെ മറ്റോ അതിലാണ് എല്ലാ ചീഞ്ഞ സാധനങ്ങളും അടിഞ്ഞുകൂടി കൊതുകുകൾ ഉണ്ടായിട്ട് വളരുന്നത്. പിന്നെ കൊതുകിന് താമസിക്കാൻ ഇഷ്ടംപോലെ സൗകര്യം നമ്മൾ കാണാത്തത് തന്നെ ഉണ്ട്. ചില വീട്ടിലെ ഫ്രിഡ്ജിന്റെ അടിയിൽ ട്രേ ഉണ്ടാവല്ലോ, ഫ്രിഡ്ജിലെ വെള്ളം ഉരുകി വലിച്ചാൽ തങ്ങാന് അതാരും നോക്കൂല പലപ്പോഴും. അപ്പൊ മാസങ്ങൾ അവിടെ കടന്നിട്ട് രാത്രി നമ്മൾ എത്ര വാതിലടിച്ചാലും ഉള്ളുന്ന ആള് നീച്ചു വരുന്നത്. ഒരു സ്പൂണിൽ 100 കൊതുകിന് വളരാനാണ്. ഒരു സ്പൂണ് വെള്ളത്തിൽ 100 കൊതുകിന് വളരാം, മുട്ടടാൻ വലുതാവാൻ. ഇതിപ്പോ നല്ല വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നല്ലൊരു പാത്രം ഉണ്ടാവും, അതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെ വീടിന്റെ മുകളില് അടഞ്ഞു പോകും. ചിലപ്പോ ടെറസിന്റെ മുകളിൽ മഴക്കാലത്ത് ഓട്ട അടഞ്ഞിട്ട് അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മൾ കയറിയൊക്കെ തന്നെ കൂത്താടി ഇങ്ങനെ തുള്ളി കളിക്കണ ഒക്കെ കൊതുകുള്ള ആളുകളാണ്. ഈ ടെറസിന്റെ മുകളിൽ ഓട് വെക്കുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ തീരെ ശ്രദ്ധ പോകുന്നില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് വളരും, അവിടെ നിന്ന് വളരും, അങ്ങോട്ട് തീരെ ശ്രദ്ധ പോകുന്നില്ല. സാധാരണ നമ്മൾ ഈ പട്ടികയൊക്കെ വെച്ചിട്ടുള്ള ഓടാണെങ്കിൽ പൊട്ടിയ വെള്ളം വീഴുന്നോണ്ട് വേഗം മാറ്റും. ഇത് പിന്നെ നോക്കുകയല്ല. അതേപോലെ തന്നെയാണ് ചെടിച്ചട്ടികൾ. ചെടിച്ചട്ടിയിൽ ഹാഫ് അല്ല മണ്ണുണ്ടാവുള്ളൂ, ബാക്കി വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ വന്നിട്ട് മുട്ടിടും. പിന്നെ തൊണ്ടും ചിരട്ടയും പ്ലാസ്റ്റിക്കും ഒക്കെ ഫുള്ളാണ്.
അപ്പം അത് അപ്പൊ ഈ വൃത്തി വീടും പരിസരം വേണം എന്ന് പറയുമ്പോൾ ഇത്തരം രോഗങ്ങളെ മൊത്തം പ്രതിരോധിച്ച് മാറ്റി നിർത്തുകയാണ് ആരോഗ്യ പ്രവർത്തകരെക്കാൾ ഇസ്ലാം. അല്ലെങ്കിൽ അതെ അതെ, അതാണ് ഈ ആയത്തുണ്ടല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ. 2 തരത്തിലുള്ള ആരോഗ്യമാണ്. ഒന്ന് യുഹിബ്ബു തവ്വാബീന, പാപക്കറില്ലാത്ത ശുദ്ധമായ ഹൃദയം, അതാണ് പാശ്ചാത്താപബോധമുള്ള മനസ്സുള്ള ആളുകൾ. അതുപോലെ മനസ്സ് ശുദ്ധിയാകുക എന്നുള്ളതാണ്. അത് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ നിർവചനം അനുസരിച്ച് മനസ്സ് ശുദ്ധിയാവണം. അങ്ങനത്തെ ഒരു ടീമിനാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്. മാനസികമായ സൗഖ്യമാണ്. അതോടൊപ്പം വൽ മുത്തത്വഹീരീൻ, വൃത്തിയും ശുദ്ധിയുള്ള ആളുകൾ. അപ്പൊ വൃത്തിയും ശുദ്ധിയും എന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാഹ്യമായ വൃത്തിയും ശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുക. അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നോണം വന്ന ഹദീസിൽ പറഞ്ഞത്. പിന്നെ അത്തഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി എന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ് ശുദ്ധി. വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മൾ ഈമാൻകാരിയായിട്ടുള്ള 6 കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാം. അത് ശരിക്കും നമ്മൾ അറിഞ്ഞ് വിശ്വസിച്ചാൽ നമ്മളെ കൽബ ശുദ്ധിയാണത്, പകുതിയാവുള്ളൂ. പിന്നെ നമ്മളെ ശരീരവും നമ്മൾ ധരിക്കുന്ന ഉടയാടകളും ജീവിക്കുന്ന വീടും താമസിക്കുന്ന ചുറ്റുപാടും പരിസരങ്ങളും ഇതൊക്കെ വൃത്തിയാകുമ്പോഴാണ് എന്തുണ്ടാകുക, നമ്മളെ ഈമാൻ പൂർത്തിയാവുക. അതുകൊണ്ട് തന്നെ ഒരു മോമിനായ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, പരിസര മലിനീകരണം ഉണ്ടാക്കാനേ പാടില്ല. വഴിയിൽ ഒരു ഹദീസിൽ എന്താ, പിന്നെ എല്ലാ വിഭാഗത്തിന്റെയും ശാപം കിട്ടുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞത് മലമൂത്ര വിസർജനം നടത്തലാണ്. ആര് മൂക്കുത്തി ഏതാവെന്ന് ചോദിക്കുമല്ലോ, ആരേത് ചെയ്തു. അപ്പൊ അത് പിന്നെ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രചരണം നടത്തേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും അതിട്ട് മാറിയിട്ടില്ല. എത്ര സാംസ്കാരികമായിട്ട് ഉയർന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മള് ബോംബെയിലൊക്കെ ഫ്ലാറ്റിലെ കോണി ശ്രദ്ധിച്ചാൽ മതി, റൂം വളരെ വൃത്തിയായിരിക്കും. പക്ഷെ ഫ്ലാറ്റ് കോണി ആരതും അല്ലാത്തത് കൊണ്ട് വേസ്റ്റ്, മുറുക്കിത്തുപ്പല്, ബീഡിക്കുറ്റി എന്നല്ല അതിലേറെ പറയാൻ വൃത്തികെട്ട സാധനങ്ങൾ വരെ അവിടെ അയച്ചിടും. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ വണ്ടി നിർത്തി ഡ്രൈവർ പോയിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കും. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ഏതാന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ ആണല്ലോ ആൾക്കാർ മറുപടി പറയുന്നത്. അപ്പൊ നമ്മളെ പ്രധാനമന്ത്രി വളരെ പ്രാധാന്യത്തോടുകൂടെ കക്കൂസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ശുചിത്വ മിഷനൊക്കെ ആയിട്ട്. നല്ല സംഗതിയാണ്, നല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. നമ്മളിപ്പോ ഈ ആരോഗ്യ രംഗത്ത് ചെലവഴിക്കുന്ന ഭീമമായൊരു സംഖ്യ നമുക്ക് ലാഭം ഉണ്ടാവും പൊതു ടോയ്ലറ്റ് വ്യാപിപ്പിച്ചാൽ. നമ്മൾ ഗൾഫിലൊക്കെ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാൽ ഓരോ കിലോമീറ്ററിലും പൊതു കക്കൂസുകൾ ഉണ്ടാവും, നല്ല വൃത്തിയിൽ സംരക്ഷിക്കുന്നത്. അതിന് ആളെയും വെച്ചിട്ട്. അതാണ് ഒരു 10 ഡോക്ടറെ ഒരു ആശുപത്രി വെക്കുന്നതിനേക്കാളും ആരോഗ്യകരം. എന്തായിരിക്കും, ഒരങ്ങാടിയിൽ ഒരു ടോയ്ലറ്റ് സ്ഥാപിച്ച് അത് പരിചരിക്കാൻ ചെറിയ ശമ്പളം കൊടുത്ത് ഒരു പരിചാരകന്. വിദേശ നാടുകളിലൊക്കെ തുപ്പൽ പോലും പാടില്ലല്ലോ. നമ്മൾ ഇവിടെ കാറി തുപ്പുന്ന ആള് വിമാനം ഇറങ്ങിയ തുപ്പാനും മുട്ടണില്ല, കാരണം നിയമം വഴി നിരോധിക്കുകയാണ്. ഇസ്ലാം അങ്ങനെ വഴിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന പരിപാടികളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ അങ്ങാടിയിലൊക്കെ ചെന്ന് നോക്കിയാൽ ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ടേ ഈ ചൂണ്ടിടണ മാതിരി ഇങ്ങനെ നിൽക്കല്ലേ, പൂന്തോട്ടം നിൽക്കണ ലാഘവത്തോടുകൂടെയാണ് ചുമരുമലൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണത്. ഇനി യാതൊരു വിലക്കുകളും ഇല്ല, മൂത്രമൊഴിക്കല്. അപ്പൊ ഇതൊരു പച്ചവെള്ളമാണ്, ഞാൻ ഇളനീര് കുടിച്ചാണ് ഇത് ചെയ്യണത് അവൻ പറയണത്. ഇളനീര് കുടിച്ചാലും ഇളനീരല്ല. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടിക്കൽ നല്ലതാന്ന് പറയുന്ന ടീം പോലും ഉണ്ട്. കാരണം ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് പരിശോധിച്ചാലാണ് ഒട്ടുമിക്ക രോഗാണുക്കളും കണ്ടുപിടിക്കുക. യൂറിയ എന്തായാലും വിഷമാണ്, എന്നാലും അത് കുടിക്കുക. സ്വമൂത്ര ചികിത്സ എന്നൊക്കെ പറഞ്ഞ ചില പ്രാകൃത രീതികൾ പോലും ഇപ്പോഴും ഈ ആധുനിക കാലത്ത്. അപ്പം സാമൂഹിക പിന്നെ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെരുവോരങ്ങൾ എന്താക്കല്, മലിനാക്കുക. മാലിന്യം എന്ത് കണ്ടാലും അത് എടുത്തു മാറ്റലും നല്ലൊരു ഈമാന്റെ ഭാഗമാണ്. അത് ഈമാന്റെ ഏറ്റവും താഴെ തട്ടുപ്പെട്ട സംഗതിയായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിലൂടെ ഇല്ലാത്തവന് ഈമാൻ ഇല്ലാന്ന് പറയുന്നത്. അതുകൂടെ ഇല്ലാത്ത